ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ച് നിങ്ങൾക്കറിയാം, വളരെ ക്രൂരമായിട്ട് ഏകദേശം 15-16 പേരാണ് കൊല്ലപ്പെട്ടത്. ഒഫീഷ്യലി 38 പേര് അഡ്മിറ്റഡ് ആണ് ഹോസ്പിറ്റലിൽ. വിവിധ സർജറിയും പരിപാടിയും. അവർക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലും ഗവൺമെൻറ്റും പറയുന്നുണ്ട്, അതായത് സഫീഷ്യൻ്റ് ആയിട്ട് ബ്ലഡ് കിട്ടുന്നില്ല. ഈ ടോപ്പിക്ക് ഞാൻ പറയാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പത്രങ്ങളും മലയാള പത്രങ്ങളും സാറ്റലൈറ്റ് ചാനലും യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞു ഈ സാജിദ് അക്രം ഇവർ പാകിസ്ഥാനിയാണ്. ഒഫീഷ്യലി ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റും ഫിലിപ്പൈൻസ്, അവസാനം ഇയാൾ ട്രാവൽ ചെയ്ത് ഫിലിപ്പൈൻസിലാണ്. അതായത് ISIS മിലിറ്ററി ട്രെയിനിങ് കിട്ടാൻ വേണ്ടി എങ്ങനെയാണ് ഫയർ ചെയ്യേണ്ടത്, അപ്പം അതിനെല്ലാം കൂടെ വേണ്ടി അപ്പോൾ അതിൻ്റെ റെക്കോർഡ് എടുത്തു. 1998 ഇന്ത്യയിൽ നിന്നും, അതായത് ഉത്തർപ്രദേശ് സ്വദേശിയാണ്, ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു എഡ്യൂക്കേഷൻ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട്. ഇയാൾ അപ്ലൈ ചെയ്യുന്ന എഡ്യൂക്കേഷൻ വിസയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ ഓസ്ട്രേലിയയിലെത്തുന്നത്. എന്ത് എഡ്യൂക്കേഷനാണ് അതിനെപ്പറ്റി ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. കാരണം വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല അവിടെയും പോയിട്ട്. കാരണം ഇയാൾ അവിടെ കൺസ്ട്രക്ഷൻ വർക്കറായിരുന്നു. അതേപോലെ തന്നെ ഇയാൾ അവിടെ ടാക്സി ഡ്രൈവറായിരുന്നു, ഈ സാജിദ് അക്രം എന്ന് പറയുന്ന ഉത്തർപ്രദേശുകാരൻ. പക്ഷേ ഇയാൾ അവിടെ പോയി കല്യാണം കഴിച്ചത് ഇറ്റലിയിൽ നിന്നും അവിടെ കുടിയേറി പാർത്ത ഒരു മുസ്ലിം വിശ്വാസിയായ സ്ത്രീയെയാണ്. അപ്പം അവരുടെ ഡീറ്റെയിൽസും പുറത്തു വരുന്നുണ്ട്. പറയാൻ പോകുന്നത് ഇയാൾ പാകിസ്ഥാനിയല്ല, ഇയാൾ ഇന്ത്യക്കാരനാണ്. ഇയാളുടെ അടുത്ത സുഹൃത്തായിരുന്നു AIMM, അതായത് ഓൾ ഇന്ത്യ മജ്ലിസ് പാർട്ടി, ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള പാർട്ടിയുടെ അതിൻ്റെ പ്രസിഡന്റും ചെയർമാനുമായ അസൈവുദ്ദീൻ ഒവൈസി. കാരണം ഈ സാജിദ് അക്രമിൻ്റെ ഒരു ബ്രദർ ഹൈദരാബാദിലാണ്. അവരുടെ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ 2023 ഇയാൾ ഹൈദരാബാദിൽ വരുന്നു. ബ്രദറെ കാണുന്നു, പ്രശ്നങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ ഇയാൾ സഹായിക്കുന്നു. ആ സമയത്ത് ഇയാളുമായിട്ട്, അതായത് അസൈവുദ്ദീൻ ഒവൈസിയുമായിട്ട് അതിനു മുമ്പും ടെലിഫോണിലാണെങ്കിൽ ഇവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു, നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പൊ അസൈവുദ്ദീൻ ഒവൈസി ഈ സാജിദ് അക്രമിനെ പറ്റി പറയുന്നത് അയാൾ ഒരു നല്ല മനുഷ്യനാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, എങ്ങനെയാണ് ഈ രീതിയിൽ പോയിട്ട് ആൾക്കാരെ കൊല്ലാൻ പോകുന്നത്. കാരണം ബേസിക്കലി അത് ഇന്ത്യൻ മുസ്ലിംസിനെ ബാധിച്ചു. ഇത് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഇന്ത്യൻ മുസ്ലിമിനെ ബാധിച്ചു എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഘടകമുണ്ട്, അത് ഇന്ത്യക്കാരനെയും എല്ലാ ഇന്ത്യക്കാരെയും ഇത് ബാധിക്കും. കാരണം ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറഞ്ഞാൽ ഗ്ലോബലായിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ബാധിച്ചു എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഒറിജിൻ ഒരു ഇന്ത്യക്കാരൻ, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഒരു കുടിയേറി പാർത്ത ഒരാൾ ഗ്ലോബലായിട്ട് എവിടെയും ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇതേപോലെ ഒരു ക്രൂരത, മാസ് ഷൂട്ട് ഔട്ട്, അതിൽ പങ്കെടുക്കുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത് അതൊരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. എപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ ഇതൊരു പാകിസ്ഥാൻ ഒറിജിൻ ആയിരിക്കും. പാകിസ്ഥാൻ ഒറിജിൻ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കും. ഇപ്പം 9/11 വെച്ച് തന്നെ എടുത്തു നോക്കാം. പല ആൾക്കാരുടെ കണക്ഷൻ എല്ലാം അവസാനം നമ്മൾ അറബിക് രാജ്യങ്ങളിൽ നിന്ന് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ പാകിസ്ഥാനിലോട്ട് വരികയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, സുഷമ സ്വരാജ് ഒരിക്കൽ യുണൈറ്റഡ് നേഷനിൽ പറഞ്ഞത്, ഇന്ത്യ ലോകത്തിലെ ടാലൻറ്റുകളെ സൃഷ്ടിക്കുന്നു, നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകുന്നു, പാകിസ്ഥാൻ ലോകത്തെവിടെ ഒരു ടെറർ ഉണ്ടാകുന്നു അതിന് എന്തൊക്കെയാണ് ആവശ്യം, അതെല്ലാം പാകിസ്ഥാനികളാണ് പുറകിലെന്ന് പറഞ്ഞു. ഇന്ത്യ അങ്ങനെ ഒരു രാജ്യമല്ല. അതിന് ആദ്യമായിട്ട് നമ്മൾ ബ്രേക്കായിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ, ഓസ്ട്രേലിയയിൽ ഇതേപോലെ ഒരു ബോണ്ടി ബീച്ചിൽ നടന്നൊരു മാസ് ഷൂട്ട് ഔട്ടിൻ്റെ എക്സിക്യൂഷൻ അയാളുടെ മകനും അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇതൊരു നമ്മുടെ നാണക്കേടിന് മാത്രമല്ല ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇന്ത്യക്കാരൻ എപ്പോഴും ഒരു പ്രിവിലേജ് ഉണ്ട്. എൻ്റെ കാര്യം എന്ന് പറയാൻ നമ്മൾ ഇതേപോലുള്ള പരിപാടിക്കൊന്നും പോകാറുണ്ട്. പക്ഷെ പാകിസ്ഥാൻകാരന് ആ പ്രിവിലേജ് ഇല്ല. അവനെ ലോകത്തെല്ലായിടത്ത് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവിടുത്തെ ഏജൻസും അതോറിറ്റിയും പോലീസും ഒക്കെ അവനെ പിന്നെ അങ്ങ് 100 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്യും, തിരിച്ചും മറിച്ചും ഒക്കെ. കാരണം ലോകത്തുണ്ടാകുന്ന പല സംഭവങ്ങളിലും പാകിസ്ഥാൻകാരുണ്ട്. അതുകൊണ്ടാണ് അവരെ തലയ്ക്കും വല്ലാത്ത രീതിയിൽ അവരെ അങ്ങ് ഹറാസ് ചെയ്തങ്ങ് നശിപ്പിക്കും. ഇത് പല രാജ്യങ്ങളിലും പുറത്തല്ല, എയർപോർട്ടുകളിൽ പോലും പാകിസ്ഥാൻകാരനെ പിടിച്ച് ഹറാസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ഒറിജിനാണ്, പാകിസ്ഥാൻ പാസ്പോർട്ടാണ്, അല്ലെങ്കിൽ കാരണം എയർപോർട്ട് ഈ എമിഗ്രേഷൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ഒക്കെ അടിക്കും, മുഴുവൻ സാധനങ്ങൾ കയറി വരും. അവരെ ശരിക്കും പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ ഇന്ത്യക്കാർക്ക് ലോകത്തെവിടെ ഈ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത് മാറാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഇന്ത്യക്കാരൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ഒറിജിൻ, അതൊരു മുസ്ലിമാണ്, പക്ഷെ അത് മറ്റുള്ള ആൾക്കാരെ ഇത് കയറി ബാധിക്കും. കാരണം ഇന്ത്യയിൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ പോയിട്ട്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതിന് ഒരു മാറ്റം ഉണ്ടാകും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാർക്ക് കിട്ടിയ സെറ്റ് ബാക്കാണ്. സെറ്റ് ബാക്ക് എന്ന് പറയുന്നതിൻ്റെ കാരണം വിദേശങ്ങളിൽ പോകുന്നവർക്കറിയാം. കാരണം ഇന്ത്യക്കാരുടെ ആ പ്രിവിലേജ്, കാരണം നമ്മൾ ഇതിലൊന്നും ഇടപെടാത്തൊരാൾക്കാരാണ്. പക്ഷേ അത് മാറിയിട്ട് ടെറർ പോലെയുള്ള സംഭവത്തിൽ, അതായത് മാസ് ഷൂട്ട് ഔട്ടിലും അതിനകത്ത് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി ഫിലിപ്പൈൻസിൽ പോകുന്ന ISISന്റെ അവരുടെ കൺട്രോളിലായിരുന്ന ഒരു ദ്വീപിലാണ് പോകുന്നത്. പിന്നീട് 2022 കൂടിയാണ് അവർ സ്വയം ഡിക്ലെയർഡ് ആയിട്ട് ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ദ്വീപായി മാറ്റി. പിന്നീട് ഫിലിപ്പൈൻസും എല്ലാം കൂടെ അടിച്ചോടിച്ച് ഇമാരെല്ലാം കൂടെ അടിച്ചങ്ങ് ഓടിച്ചു. പിന്നെ പുഷ് ബാക്ക്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവരാണ് താമസിക്കുന്നത്. അപ്പം അവിടെ പോയി ട്രെയിനിങ് എടുത്തു, ഏകദേശം 1 മാസത്തെ ട്രെയിനിങ്. അപ്പം അതിനകത്ത് ഫിലിപ്പൈൻസിൽ പോകാൻ എൻട്രിയും എക്സിറ്റും എല്ലാം ഉപയോഗിച്ചത് ഇന്ത്യൻ പാസ്പോർട്ടാണ്. അതിനേക്കാൾ ഉപരി അറിയാൻ സാധിക്കുന്നത്, ഇയാൾ 2023 ഇന്ത്യയിൽ വന്നിട്ട് അയാളുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്തു. അപ്പം അടുത്ത ചോദ്യമുണ്ട്, ഇയാൾ എന്തുകൊണ്ടാണ് 1998 മുതൽ ഓസ്ട്രേലിയയിൽ ഉണ്ടായിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം, ഇയാൾ അവിടെ കല്യാണം കഴിച്ചു ആ ഇറ്റാലിയൻ സ്ത്രീയെ. അപ്പം അതിനുശേഷം ഇയാൾ ഇത് കൺവേർട്ട് ചെയ്ത് പാർട്ട്ണർഷിപ്പ് വിസയായി. ഇപ്പം പാർട്ട്ണർഷിപ്പ് വിസയായ പെർമനന്റ് റെസിഡൻസിയായി. ഇപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഇയാളുടെ ലാംഗ്വേജ് പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടായി കാണും. അപ്പം അതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ ഇയാൾ അപ്ലൈ ചെയ്യാതിരുന്നത്. പക്ഷെ ഇയാളുടെ മകൻ അവിടുത്തെ ഓസ്ട്രേലിയൻ സിറ്റിസണാണ്. പറയാൻ പോകുന്നൊരു സംഭവമേ ഉള്ളൂ. ഇത് നമുക്ക് ഒരു നാണക്കേട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യക്കാർക്ക്. പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പേര് കേട്ടാലും നേരത്തെ അവർ വളരെ സേഫ് സോണിലായിരുന്നു. ഈ പറയുന്ന പല സ്ലീപ്പർ സെല്ലും ഈ കേരളത്തിൽ പലതും ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് തന്നെ ഈ ഗ്ലോബലായിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെന്ന് പറയുന്നത് വളരെ സേഫായിരുന്നു ലോകത്തെവിടെ. കാരണം ഈ പറയുന്ന പോലെ ഹറാസ്മെൻറ്റും തിരിച്ചയക്കലും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അത് മാറാൻ പോകുന്നു എന്നതാണ് ഈ ഓസ്ട്രേലിയൻ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പല ഇന്ത്യൻ മീഡിയയും പെട്ടെന്ന് കയറി അങ്ങ് അടിച്ചു, ഇയാൾ പാകിസ്ഥാനാണ്, അതാണ് ഇതാണ്. കാരണം ഇവർ ബേസിക്കലി ഇത് ഓസ്ട്രേലിയൻ അതോറിറ്റി പറയട്ടെ ഏത് ഒറിജിനാണ്, ഏത് പാസ്പോർട്ട് ഹോൾഡറാണ്. അതേപോലെ തന്നെ ഇനി ഓസ്ട്രേലിയയിൽ ഇതേപോലെ തന്നെ പഠിക്കാനുള്ള സ്റ്റുഡൻസും ഇങ്ങനെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റികളും മറ്റുള്ള ആൾക്കാരും പോകുന്ന സമയത്ത് അവരുടെയും വിസ ഇവർ കർട്ടൈൽ ചെയ്ത് കട്ട് ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇത് പാകിസ്ഥാൻ ഒറിജിൻസിനെ ശരിക്കും ബാധിച്ചു. കാരണം നല്ലൊരു ശതമാനം പാകിസ്ഥാൻ ആപ്ലിക്കേഷൻസ് മുഴുവനും ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ആൻറ്റി സെമറ്റിക് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരും ഈ അറബ് കമ്മ്യൂണിറ്റിയുമാണ് ഈ സെമറ്റിക് ജൂസിനെതിരെ മുൻപന്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അവർ പല വിസകളും അത് കൺട്രോൾ ചെയ്തു. അതേപോലെ പല ബംഗ്ലാദേശികളിലും വിസ കൺട്രോൾ ചെയ്തു. പക്ഷേ ഇന്ത്യൻ വിസയ്ക്ക് അതേപോലെ കൺട്രോൾ ഉണ്ടായില്ല. പക്ഷേ പല രീതിയിലും പഴയ പോലെ കൊടുത്തിട്ട് മാസ് ഇമിഗ്രേഷൻ്റെ അകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ പാകിസ്ഥാനീസാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടിയത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇന്ത്യക്ക് കൂടുതൽ, കാരണം ഇന്ത്യക്കാർ സമാധാനപ്രിയരാണ്. ആ ഒരു സംഭവം ഇതോടുകൂടി ഓസ്ട്രേലിയയെ മാറ്റും. മറ്റുള്ള രാജ്യങ്ങളും ഇന്ത്യൻ ഒറിജിൻ ഇതേപോലെയുള്ള മാസ് ഷൂട്ട് ഔട്ടിൽ പങ്കെടുക്കുമ്പോൾ ആ രാജ്യങ്ങളുടെ സെക്യൂരിറ്റിയും പ്രശ്നമാണ്.
ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചു കഴിയുമ്പോൾ പറയാൻ സാധിക്കുന്നത്, അതായത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ നീ പറയുന്ന മദ്രസ പഠനമൊക്കെ കഴിഞ്ഞ് അവിടെ പോയി ഇതേപോലെയുള്ള ISIS ആക്ടിവിറ്റീസിന് പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് എന്ന് ഇന്ത്യൻ ഇൻ്റലിജൻസ് തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ഇതേപോലെയുള്ള സംഭവം ആ ജനങ്ങളെ ആക്രമിക്കാനും അവിടെ വല്ലാത്ത രീതിയിലുള്ള ടെറർ ആക്ടിവിറ്റീസിന് ഭാഗമാകാനും ഇന്ത്യക്കാർ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ISISമായി ബന്ധപ്പെട്ട് പോയേക്കുന്ന ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ മലയാളികളാണ്. ഇതിനെപ്പറ്റി പഴയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതേ മലയാളികൾ തന്നെ പല ആൾക്കാരും ഈ ഫിലിപ്പൈൻസിൽ പോയി ട്രെയിനിങ്, അത് ISISൻ്റെ ആ നേരത്തെ അവരുടെ കൺട്രോളിലായിരുന്ന ആ ദ്വീപിൽ പോയി ട്രെയിനിങ് ചെയ്തു എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഈ അക്രമത്തോടു കൂടി ഇന്ത്യക്കാർ ഗ്ലോബലായിട്ടുള്ള ടെറർ അതിൻ്റെ മൊഡ്യൂൾസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് സ്ട്രിക്റ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്യും. അതായത് ഒതുക്കിയേ മതിയാവത്തുള്ളൂ. പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ പറയുന്ന ജൂയിഷിനെ കൊന്നവർക്ക് അനുകൂലമായിട്ട് UK മാഞ്ചസ്റ്ററിൽ വലിയ പ്രകടനം നടന്നു അവർക്ക് വേണ്ടി. അതായത് ഈ പിതാവിനും ഈ രണ്ട് അപ്പനും മകനും ഈ എങ്ങനെയാണ് ഓസ്ട്രേലിയൻ മീഡിയ അവരെ പറ്റി പറഞ്ഞത്, ഇതെല്ലാം ഓസ്ട്രേലിയക്ക് കൊടുക്കുന്നൊരു വാർണിംഗ് ആണ്. അവരുടെ ചില ലിബറൽ മുഖങ്ങളുണ്ട്, അല്ല ലിബറലായിട്ട് ചിന്തിക്കുന്ന പോലെ വളരെയധികം പേരുണ്ട് ഓസ്ട്രേലിയൻ പൊളിറ്റിക്സിൽ. അവിടുത്തെ ലേബർ പാർട്ടി ആണെങ്കിലും കൺസർവേറ്റീവ് പാർട്ടി ആണെങ്കിലും. ഇപ്പം ഇവർക്ക് പല ആവർത്തി പല വാർണിങ്ങും ഇൻറ്റിമേഷനും ഒക്കെ കിട്ടിയിരുന്നു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഇതെല്ലാം ഇവർ തള്ളിക്കളഞ്ഞ ആ ഗവൺമെൻറ്റും പോലീസും ഇത് കാര്യമായിട്ട് എടുത്തില്ല. ഇന്ന് അവരത് സഫർ ചെയ്യുകയാണ്. അപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്, ഓസ്ട്രേലിയൻ ഗവൺമെൻറ് എടുക്കാൻ പോകുന്നൊരു ആക്ഷനുണ്ട്. ശക്തമായ ആക്ഷൻ എടുത്തേ മതിയാവത്തുള്ളൂ. കാരണം ലോക രാജ്യങ്ങളെ അവർ കൺവിൻസ് ചെയ്യണം. അല്ലെങ്കിൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് പോലും ബ്രിട്ടൻ പോലെ ആയി മാറും. അപ്പം അതിനെതിരെ ഏത് ആക്ഷനാണ് അവർ എടുക്കാൻ പോകുന്നത്, അതേപോലെ തന്നെ മറ്റുള്ള വെസ്റ്റേൺ കൺട്രീസ്, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക എത്രമാത്രം പ്രഷറാണ് ആന്റണി ആൽബനീസ് ഗവൺമെൻറ്റിന് മുകളിൽ ചെലുത്താൻ പോകുന്നത്. പിന്നീട് അറിയാൻ സാധിക്കുന്നത് ജൂയിഷ് കമ്മ്യൂണിറ്റി, അപ്പോൾ അവരുടെ അകത്ത് തന്നെ ഒരു എല്ലാ രാജ്യങ്ങളും താമസിക്കുന്ന ഒരു ഇൻ്റലിജൻസ് സംവിധാനം അവരൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ട്രെയിനിങ്ങും പരിപാടികളൊക്കെ. ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ എങ്ങനെയാണ് എതിരിടേണ്ടത്, എങ്ങനെയാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ഇസ്രായേലിൽ പോവുകയാണെങ്കിൽ കണ്ടു കാണും, പല സ്ട്രീറ്റിലും ഈ സാധാരണക്കാരൊക്കെ തോക്കും കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമാണ്. പെട്ടെന്ന് ഏതെങ്കിലും തീവ്രവാദിയോ ഫയർ ചെയ്യാനോ ബോംബുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വെടിവെച്ച് കൊല്ലാം. ഇതാണ് അതിൻ്റെ സ്ഥിതി. ഇതേപോലെ തന്നെ ചിലപ്പം ഇസ്രായേലി കമ്മ്യൂണിറ്റി, അതായത് ലോകത്ത് പലയിടത്തും താമസിക്കുന്നുണ്ട്, ഇത് ആ രാജ്യത്തോട് ആവശ്യപ്പെട്ടേക്കും. കാരണം ഏത് സമയത്തും അവരിങ്ങനെ ആക്രമണത്തിൻ്റെ മുലേൻ്റാണ്. അവർക്ക് സ്വയം പ്രതിരോധം ആവശ്യമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സെൽഫ് ട്രെയിനിങ്ങും മറ്റുള്ള പരിപാടികളൊക്കെ ഇസ്രായേലി കമ്മ്യൂണിറ്റി ആവശ്യപ്പെട്ടേക്കും ലോകത്തിൻ്റെ പല ഭാഗത്തും. ഇത് ഫ്രാൻസ് അവരെ അനുവദിച്ചിട്ടുണ്ട്, ജർമ്മനിയിൽ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ ഓസ്ട്രേലിയയിലും മറ്റുള്ള രാജ്യങ്ങളും ഗവൺമെൻറ് ഓഫ് ഇസ്രായേലും ഉൾപ്പെട്ട് അത് ആ രാജ്യങ്ങളുമായിട്ട് സംസാരിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സാധ്യത. കാരണം ഒരു കാര്യം ഞാൻ പറയാം, ഓസ്ട്രേലിയയിലുണ്ടായ ഈ സംഭവം ഹനൂക്ക് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെ മാത്രമല്ല, മറ്റുള്ള കമ്മ്യൂണിറ്റി, അതായത് അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും പ്രശ്നമാണ്, മറ്റുള്ള ഇത് നോൺ മുസ്ലിംസ് ആയിട്ട് എല്ലാവർക്കും അവർക്കൊരു ചലഞ്ചിങ് എക്സ്പീരിയൻസ് ആയിട്ടങ്ങ് മാറി. ഇത് തന്നെയാണ് ഗ്ലോബലായിട്ടുള്ള ഒപ്പീനിയൻ മേക്കേഴ്സ് പറയുന്നത്. ഇതിനൊരു അറുതി വരാതെ ലോകം മുന്നോട്ട് പോകുന്നതിന് അർത്ഥമൊന്നുമില്ല. കാരണം ഇതിങ്ങനെ പോപ്പപ്പ് ചെയ്യുകയാണ് പല ഭാഗത്തും പല ഇഷ്യൂ ആയിട്ട്. ഇപ്പം ഹമാസ് പാലസ്തീൻ്റെ ഇഷ്യൂ ആയിട്ട് ഈ പറയുന്ന ഒക്ടോബർ 7, 8 അതിനുശേഷം മാത്രമല്ല, അതിനു മുമ്പേ ഇതേപോലെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ചിത്രീകരിച്ച് പാർവതീകരിച്ച് കാണുന്നത് തീവ്രവാദം, മത തീവ്രവാദം എന്ന് പറയുന്നത് കണ്ണുമടച്ച്, അതായത് പഴയ ഓസ്ട്രേലിയൻ്റെ രീതി കണ്ണുമടച്ച് അത് എല്ലാം സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഗവൺമെൻറ്റിനെ കൊണ്ടും അവിടുത്തെ ഏജൻസികളെ കൊണ്ടും എങ്ങനെയാണ് കൗണ്ടർ ചെയ്യേണ്ടത് അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മനസ്സിലാക്കുക. ഇതിനോടനുബന്ധിച്ച് തന്നെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം വലിയ സ്ട്രിക്റ്റ് ആകാൻ പോവുകയാണ്. അങ്ങോട്ടുള്ള എമിഗ്രേഷൻ മാത്രമല്ല, സ്റ്റുഡൻസിൻ്റെ വിസ, മറ്റുള്ള സംഭവങ്ങൾ,
എല്ലാത്തിനും ഇത് ബാധിക്കും. ഇതൊരു ചെറിയ സംഭവമായിട്ട് കാണുകയേ വേണ്ട. ഓസ്ട്രേലിയയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ട് ആ ഗവൺമെൻറ്റും ആ ജനങ്ങളും തീരുമാനമെടുക്കും. ഉറപ്പായിട്ടും ഇന്ത്യൻ മുസ്ലിങ്ങളെ, ഇന്ത്യക്കാരെ എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലായിരിക്കും വരാനുള്ള നാളുകൾ മുന്നോട്ട് പോകുന്നത്.